Hi, I'm Mohit Mohan and I turned my frustrations into illustrations. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. എങ്ങനെയാണ് ഈ ഡിസൈൻ ജേർണിയിലേക്ക് എത്തിയത് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി മൈ കസിൻ ഇൻട്രൊഡ്യൂസ് മീ ടു ഗ്രാഫിക് ഡിസൈൻ. ഞാൻ പണ്ട് തൊട്ടേ വരയ്ക്കുമായിരുന്നു. ഐ യൂസ് ടു ഡ്രോ എ ലോട്ട്. ലൈക്ക് എനിക്ക് കാർസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഡ്രോയിങ്. അങ്ങനെ ടൈം പോയി അങ്ങനെ +2 കഴിഞ്ഞു. എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്താ ലൈക്ക് ഒരു വോയിഡ് വന്നു, എന്താ ചെയ്യണ്ടേ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ എനിക്ക് അപ്പോഴും എൻ്റെ മൈൻഡിൽ ഡിസൈനിലേക്ക് തന്നെ പോകണം, ഡിസൈനിൽ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് ഡിസൈൻ മതി എന്നുള്ളൊരു ഇത് ഫിക്സ്ഡ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ. അങ്ങനെ NIDൻ്റെ എക്സാം എഴുതി, BARCൻ്റെ എക്സാം എഴുതി. അതിൽ BARCൻ്റെ മാത്രം പാസ്സായി, ബാക്കി എല്ലാം പൊട്ടി. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഗ്യാപ്പ് എടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. ഗ്യാപ്പ് എടുത്താൽ എനിക്ക് വയ്യായിരുന്നു പഠിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ പഠിക്കാൻ കുറച്ച് പണിയായിരുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ലൈക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പഠിക്കുക എന്നുള്ളത് അത് കുറച്ച് പണിയായിരുന്നു. ഫൈനലി വീട്ടുകാർ പറഞ്ഞു ബിടെക് എടുക്കാമെന്ന്. ആൻഡ് ഞാൻ പറഞ്ഞ കസിനുണ്ട്, എൻ്റെ കസിനും ഈ ബിടെക് തന്നെയായിരുന്നു എടുത്തത്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെ ഞാനും അവൻ്റെ വയ്യാലെ ബിടെക് എടുത്തു. അവൻ്റെ കൂടെ തന്നെ അവൻ എൻ്റെ സീനിയറായിട്ട്, ഞാൻ അവൻ്റെ ജൂനിയറായിട്ടും അങ്ങനെ ഒരു കോളേജിൽ ചേർന്നു. ഇറ്റ് വാസ് ബോറിങ് ആസ് ഹെൽ. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ബിടെക്. അതപ്പം തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് മനസ്സിലായി അത് എനിക്ക് പറ്റിയൊരു പരിപാടി അല്ല എന്നുള്ളത്. ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് മനസ്സിലായി. സ്റ്റഡീസിലൊന്നും കുഴപ്പമില്ലായിരുന്നു. ഐ യൂസ് ടു ബി ഗുഡ്, ലൈക്ക് പാസ്സാവും, അത് മതിയായിരുന്നല്ലോ, ബിടെക് പാസ്സാവുകയെന്നല്ലേ. അങ്ങനെ ബിടെക് പാസ്സാവുന്നതിൻ്റെ മുന്നേ എൻ്റെ കസിൻ ഓൾറെഡി ഗ്രാജുവേറ്റ് ചെയ്തു. എൻ്റെ കസിൻ 2 years എൽഡർ ആണ് അവൻ. സോ അവൻ പാസ്സായി, അവൻ നല്ല ജോലിക്ക് ചേർന്നു. അവൻ ഹാക്കയിലായിരുന്നു ജോയിൻ ചെയ്ത്. അവനപ്പോൾ ഡിസൈൻ സ്കൂളിൻ്റെ മാർക്കറ്റിങ്ങിലോ സെയിൽസിലൊറ്റായിരുന്നു. അങ്ങനെ ഇവനാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. ഈ ഗ്രാഫിക് ഡിസൈൻ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് ഓൺലൈനായിട്ട്. അറ്റ് ഫസ്റ്റ് ഐ വാസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ഓൺലൈൻ ക്ലാസ്സസ്. കാരണം കോവിഡിൽ ഒന്നും പഠിച്ചില്ല. അങ്ങനെ ആ ഒരു സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു. ലൈക്ക് ഓൺലൈൻ ക്ലാസ്സസ് അത്ര നല്ല അല്ല എന്നുള്ളൊരു സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാലും ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കസിനാണ് പറയുന്നത്. സോ കസിനെ ഐ ട്രസ്റ്റഡ് ഹിം എ ലോട്ട്. സോ അവനോടുള്ള ഒരു ട്രസ്റ്റ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഹാക്കയുടെ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിലേക്ക് ചേർന്നു. 3 month കോഴ്സ് ചെയ്യുന്നു. അങ്ങനെ എക്സാമിൻ്റെ ലൈക്ക് ബിടെക് ഒരു 3rd yearലാണ് ഞാൻ ചേർന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. അത് ലൈക്ക് അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റി. ഇലിസ്ട്രേറ്റർ സഹിൽ ഖാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നു. സഫാൻ ഖായും ഉണ്ടായിരുന്നു. ആഷിഫ എനിക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ തന്നു. അങ്ങനെ എനിക്ക് ഡിസൈൻ അറിയെങ്കിലും അതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ അറിയില്ലായിരുന്നു. ഈ ഒരു ഡിസൈൻ എന്താണെന്ന് അറിയാം. പക്ഷേ എനിക്ക് പണ്ടോട്ടിട്ട് ഞാൻ ഗിറ്റാർ വായിക്കും. അങ്ങനെ എനിക്ക് ഓൾറെഡി ഓരോ ആർട്സും കലയും എല്ലാത്തിനോടും ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ വരയ്ക്കും, ഗിറ്റാർ വായിക്കും. ആൻഡ് പിന്നുള്ളത് സ്കേറ്റ് ബോർഡ് ചെയ്യും. കാലിക്കറ്റ് ബേസ് ചെയ്ത ഒരു ക്ലബ്ബുണ്ട്. അവരുടെ കൂടെ ഞാൻ ബട്ട് റോഡ് പോയിട്ട് അവരുടെ കൂടെ സ്കേറ്റ് ബോർഡ് ചെയ്തിട്ട് എനിക്ക് അത്ര അറിയൊന്നുമില്ലെങ്കിലും വീണ് കുറച്ചൊക്കെ പഠിച്ചു. എനിക്ക് എന്ത് പറഞ്ഞാലും ചെറുപ്പം മുതലേ എനിക്ക് ഒരു കാര്യം അറിയായിരുന്നു. എന്ത് പറഞ്ഞാലും ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാലും ഞാൻ ഡിസൈൻ ഒരിക്കലും വിടില്ല എന്നുള്ളൊരു ഫാക്റ്റ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ. ഓൾറെഡി അത് ഉറച്ച് വെച്ചൊരു ഫാക്റ്റ് ആയിരുന്നു. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഹാക്കയുടെ ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ ഞാൻ അതുവരെ ഒരു ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തില്ല, ഒരു പരിപാടിക്കും പോയില്ല. സോ ഹാക്കയുടെ ഇൻ്റർവ്യൂ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഉണ്ട് എന്നുള്ളൊരു ഹോപ്പ് മാതിരിയായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവെൽ എന്ന് പറഞ്ഞൊരു EdTech ഉണ്ടായിരുന്നു. അവിടെ ഗ്രാഫിക് ഡിസൈനറായിട്ട് എനിക്ക് പ്ലേസ് ആയി. ഇറ്റ് വാസ് എ ഫൺ ജേർണി. അടിപൊളിയായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. ഓൾമോസ്റ്റ് 4 months ആയി. അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് ഞങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാണ്ടായിരുന്നു. അത് വെറുതെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാമെന്നല്ല, അത് അത്രയും മെൻറ്റേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മീൻസ് അവരത്രയും എന്താ പറയുക ഫീഡ്ബാക്ക് തന്നിട്ടാണ് ഞങ്ങൾ ആ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയത്. തല്ലിപ്പൊളി ആണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയും, അത് നല്ലതല്ല, റീട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഞങ്ങളെ ഇരുത്തി പോർട്ട്ഫോളിയോ ചെയ്യി ലൈക്ക് ചെയ്താലും അത്
ശരിയായില്ലെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ ഇങ്ങനെയല്ല ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ അവർ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ. ഇത് മാത്രമല്ല ചെയ്യാൻ പറ്റുക, ഇനിയും നമ്മളെ കൊണ്ട് ഇനിയും പറ്റും എന്നുള്ള ആ ഒരു ഫാക്ടർ അവർ അത് കണ്ടുപിടിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ജോലി കിട്ടാനും കാരണം എനിക്ക് തോന്നുന്ന എൻ്റെ പോർട്ട്ഫോളിയോ കാരണമായിരിക്കും. ഞാൻ അത്യാവശ്യം ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന്, അതും എല്ലാവരുടെയും ഫീഡ്ബാക്ക് വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയത്. സോ ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്തു ആൻഡ് ഐ വിൽ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ. സോ ദാറ്റ്സ് മീ. താങ്ക് യു.